ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റഫ്ഡ് ഇഡ്ഡലിയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു 3 വിസിലടുപ്പിക്കുക. അതിനുശേഷം ആ ചിക്കൻ ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാൻ വെച്ച് അതിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ഒരു 2 മീഡിയം സൈസ് സവാള ഇട്ടിട്ട് നന്നായി വഴറ്റുക. ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ആഡ് ചെയ്ത് ഒരു ബ്രൗൺ നിറാവുന്നത് വരെ അത് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലോട്ട് കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ആ ചിക്കൻ വേവിച്ച സ്റ്റോക്ക് ഉണ്ടല്ലേ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ ഇത് ചൂടാറാൻ വേണ്ടി വെക്കണം. എന്നിട്ട് നമ്മൾ ഇഡ്ഡലിയുടെ തട്ട് സ്റ്റീം ചെയ്തിട്ട് നമ്മൾ അതിലോട്ട് ഈ സ്പൂൺ വെച്ച് വേണം ഒഴിക്കാൻ വേണ്ടി. ഇതുപോലെ ഇഡ്ഡലി കുറച്ച് മാവ് ഒഴിച്ചതിന് ശേഷം ബാക്കി നമ്മൾ ആ ചിക്കൻ്റെ സ്റ്റഫും കൂടിയും വെച്ച് ഇനി അതിന് മേലെ ബാക്കി മാവും കൂടിയും സ്പൂൺ വെച്ച് ഒഴിച്ച് ഫുള്ളായിട്ട് ഈ ചിക്കൻ്റെ സ്റ്റഫ് കവർ ചെയ്യുക. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കും അത്രയും സമയം നമ്മൾ സ്റ്റീം ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഫുള്ളും ചെയ്തെടുക്കുക. അപ്പോൾ ഇഡ്ഡലി സ്റ്റഫ് ചെയ്തിട്ടുള്ള ചിക്കൻ സ്റ്റഫ് ചെയ്ത് ഇഡ്ഡലി റെഡിയായി. ഇനി അത് ചൂട് തണുത്ത് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് കഴിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അതുപോലെ തന്നെ ചിക്കന് പകരം പനീറും യൂസ് ചെയ്യാം. നമുക്കിതിന് പനീറോ എന്ത് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു സ്നാക്കാണ്.